ശരി. ഇന്ന് പള്ളിയിൽ വായിച്ച സുവിശേഷം നിങ്ങൾ കേട്ടു അപ്പോൾ അല്ലേ? ആരാണ് വിശ്വസ്തനായ ഭൃത്യൻ? വിശ്വസ്തനായ ഭൃത്യൻ നമുക്കറിയാം, യജമാനന്മാരെ സേവിക്കുന്നവരാണല്ലോ ഭൃത്യന്മാര്. ചില ആളുകളുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം കേൾപ്പിച്ച് പോയി കഴിയുമ്പോൾ, യജമാനൻ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അവരവരുടെ തോന്നിയാസം പോലെ തിന്നാനും കുടിക്കാനും, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ജോലിക്കാരൊക്കെ തല്ലാനൊക്കെ പിടിക്കാനൊക്കെ തുടങ്ങും, ബഹളമുണ്ടാക്കും. അപ്പോൾ അവരൊന്നും വിശ്വസ്തരല്ല. യഥാകാലം തൻ്റെ യജമാനൻ വരും, സമയത്തിന് വരും. അവന് യഥാസമയം നമുക്ക് ഭക്ഷണം കൊടുക്കണം, അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥ ഭൃത്യന്മാർ. അങ്ങനെയാണ് യജമാനൻ അവരെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. ചില ആളുകളുണ്ട് യജമാനൻ വരാൻ വൈകുമെന്ന് വിചാരിച്ചിട്ടേ അവര് തോന്നിയാസം പോലെ ജീവിക്കും. അവരെ യജമാനൻ ചെയ്യും, അവരിൽ നിന്നും പുറത്താക്കി കളയും, ജോലിയിൽ നിന്ന് പുറത്താക്കി വിശ്വസ്തരായ ഭൃത്യന്മാരെ ഏൽപ്പിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഏൽപ്പിച്ച ജോലികൾ, നിങ്ങൾ കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്, യഥാകാലം പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, മാതാപിതാക്കന്മാരെ അനുസരിച്ച് വളരുക, പള്ളിയിൽ എല്ലാ ദിവസവും വരിക. അങ്ങനെ വരുമ്പോഴൊക്കെ നിങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടും. അങ്ങനെ നല്ല കുട്ടികളായും ഭംഗിയായിട്ട് ജീവിക്കാനും യഥാകാലം ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നല്ല കാര്യസ്ഥനാകുവാനായിട്ട്, നല്ല കൃത്യനാകുവാൻ വേണ്ട യോഗ്യതയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മനസ്സിലായ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നല്ല കുട്ടികളായി ജീവിക്കാം. ഓക്കെ.